പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പുതിയ പ്രസിഡന്റ് വന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരാവേശം എന്തായിരുന്നു എന്ന് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുന്നത് നന്നായിരിക്കും. എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് അക്കാലത്ത് എവിടെ നോക്കിയാലും കെ സുധാകരൻ എന്ന് പറയുന്ന ആളുടെ ഒരു ഫ്ലെക്സ് ബോർഡായിരുന്നു കണ്ടിരുന്നത്. കെ സുധാകരൻ KPCCയുടെ പ്രസിഡൻ്റായി വരുന്നതോടെ KPCCക്ക് പല്ലും നഖവും ഉണ്ടാവും. ഇപ്പോഴുള്ള പോലെ ഒരു ചതഞ്ഞരഞ്ഞ സമീപനത്തിൽ നിന്ന് കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനം കാര്യക്ഷമമായി മുന്നോട്ട് പോകും എന്നൊക്കെ ആയിരുന്നല്ലോ അന്നത്തെ വാദഗതികൾ. സോഷ്യൽ മീഡിയയിലൊക്കെ എന്തൊക്കെ പ്രചരണങ്ങളായിരുന്നു. പതുങ്ങിയിരിക്കുന്ന പുലി പതുങ്ങിയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെ പ്രചരണങ്ങളായിരുന്നു അന്ന് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നടന്നത്. KPCC പ്രസിഡൻ്റായി കെ സുധാകരൻ വന്ന ഉടനെ തന്നെ കോൺഗ്രസ് പിണറായി സർക്കാരിനെതിരെ വലിയ പോരാട്ടങ്ങൾ നടത്തുന്നതിന് സജ്ജമാകുമെന്നും ശക്തമായിട്ടുള്ള പ്രതിഷേധ പ്രവർത്തനങ്ങളുമായി കോൺഗ്രസ് മുന്നോട്ട് നീങ്ങും എന്നുമൊക്കെ ആയിരുന്നല്ലോ പ്രചരണങ്ങൾ. അത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ആവേശം, അത് ചെറുതായിരുന്നില്ലെന്നുള്ളത് നമ്മളിപ്പോഴും മറന്നിട്ടില്ല. അധികാരത്തിൽ കയറിയ സുധാകരൻ എന്താ പറഞ്ഞത്? എനിക്കത് 2-3 മാസങ്ങൾക്കൊണ്ട് കോൺഗ്രസിൻ്റെ പുനഃസംഘടന ആ പ്രക്രിയ അവസാനിപ്പിക്കും എന്നാണല്ലോ സുധാകരൻ പറഞ്ഞുകൊണ്ട്. അങ്ങനെ അദ്ദേഹം 2-3 തവണ പറഞ്ഞതൊക്കെ തന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ആത്മവിശ്വാസത്തോടുകൂടി കോൺഗ്രസിൻ്റെ അണികൾ കേട്ടു. പക്ഷേ ഇന്ന്, അതായത് സുധാകരൻ KPCC പ്രസിഡൻ്റായി ഏതാണ്ട് 2.5 വർഷം കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ കോൺഗ്രസ് എന്ന് പറഞ്ഞ ഈ പാർട്ടിയുടെ സംഘടനയുടെ അവസ്ഥ എന്താണ് സുഹൃത്തുക്കളെ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളൊന്ന് ചിന്തിച്ചേ. കഴിഞ്ഞ 2.5 വർഷക്കാലമായി കേരളത്തിൽ പുഴുത്തു ചീഞ്ഞു നാറി അളിഞ്ഞ ഒരു ഭരണമല്ലേ നിലനിൽക്കുന്നത്? ഒന്നാം പിണറായി സർക്കാരിനേക്കാളൊക്കെ 10 മടങ്ങ് ലക്ഷക്കണക്കിന് ഇരട്ടി മോശമായിട്ടുള്ള ഒരു ഗവൺമെൻ്റ് അല്ലേ ഇന്ന് ഈ കേരളത്തിൽ നിലനിൽക്കുന്നത്? അഴിമതി ആരോപണങ്ങൾ മാത്രമല്ല, കോടതിയുടെ കണ്ടെത്തലുകൾ, ഫൈൻഡിങ്സ് വരെ ഇന്ന് പിണറായി വിജയനെതിരായിട്ട് വന്നിരിക്കുകയല്ലേ. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലൊക്കെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, ഡോളർ കള്ളക്കടത്ത് കേസ്, ലൈഫ് മിഷൻ കേസ് മുതലൊക്കെ ഇതിനകത്തൊക്കെ ആരോപണങ്ങളായിരുന്നുവെങ്കിൽ മാസപ്പടി കേസിൽ പിണറായി വിജയനെതിരെയും മകൾക്കെതിരെയും കണ്ടെത്തലുകളല്ലേ വന്നത്, ഫൈൻഡിങ്സ് അല്ലേ വന്നത്. അതുകൂടാതെ സാമ്പത്തിക തകർച്ച, ധൂർത്ത്, അങ്ങേ അറ്റത്തെ അഴിമതി, പോലീസ് പീഡനങ്ങൾ, സ്ത്രീ പീഡനങ്ങൾ, പരിസ്ഥിതി കയ്യേറ്റങ്ങൾ, ഇതിൻ്റെയൊക്കെ പരകോടിയിലല്ലേ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. അങ്ങനെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ 957 ശേഷം ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഈ പറഞ്ഞ പോലെ പുഴുത്തു ചീഞ്ഞു നാറിയ ഒരു ഭരണം ഈ 2.5 വർഷക്കാലമായി കേരളത്തിൽ നിലനിൽക്കുമ്പോഴും അതിനെതിരെ ചെറുവിരലനക്കാൻ ഈ കേരളത്തിലെ KPCC പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ സുഹൃത്തുക്കളെ? ചെറുവിരലനക്കാൻ. അവിടെ ഇവിടെയൊക്കെ ചില സാമൂഹ്യ മാധ്യമങ്ങളിലെ ചില പ്രസ്താവനകൾ മാത്രമല്ലേ കഴിഞ്ഞ 2.5 വർഷക്കാലത്തെ സുധാകരൻ്റെ ബാക്കി പത്രം. എന്താണ് കെ സുധാകരൻ കഴിഞ്ഞ 2.5 വർഷക്കാലം കേരളത്തിലെ കോൺഗ്രസിന് വേണ്ടി ചെയ്തത്? 50% സ്ഥലത്തിൽ കൂടുതൽ സ്ഥലങ്ങളിൽ കോൺഗ്രസിന് ബൂത്തുകളുണ്ടോ? അധികാരത്തിൽ കയറി 2.5 വർഷം കഴിഞ്ഞിട്ടും തമ്മിലടിയല്ലേ കോൺഗ്രസിൻ്റെ മുഖമുദ്ര. KPCC പ്രസിഡൻ്റായി 2.5 വർഷം കഴിഞ്ഞിട്ടും അന്ന് KPCC പ്രസിഡൻ്റായിട്ട് നിന്ന് 1 ഇഞ്ച് മുന്നോട്ട് നീങ്ങാൻ ഈ KPCC പ്രസിഡന്റ് കെ സുധാകരൻ കഴിഞ്ഞിട്ടുണ്ടോ സുഹൃത്തുക്കളെ? ആലോചിച്ച് നോക്കി. എല്ലായിടത്തും തമ്മിലടിയല്ലേ. പുനഃസംഘടന ഇപ്പോഴെങ്കിലും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ 2.5 വർഷക്കാലത്തിനിടയിൽ ഏതെങ്കിലും ഒരു സമരം ഫലപ്രദമായി ഈ ഗവൺമെൻറ്റിനെതിരെ നടത്താൻ സുധാകരൻ നേതൃത്വമുള്ള കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ആലോചിച്ച് നോക്ക്. എന്നിട്ട് ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ ജയിച്ചു. അതൊക്കെ അവിടുത്തെ ജനങ്ങളുടെ സർക്കാരിനോടുള്ള എതിർപ്പ് കൊണ്ട് ജയിച്ചു. അപ്പോൾ ഇത്രയും വൃത്തികെട്ട ഒരു ഭരണം ഉണ്ടായിട്ടും 957 ശേഷം ഇത്രയും മോശമായിട്ടുള്ള ഒരു ഭരണം കേരളം കണ്ടിട്ടില്ല. ജനങ്ങളുടെ ഇടയിൽ അതൃപ്തി പതഞ്ഞ് പൊങ്ങുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നവകേരള സദസ്സിനൊക്കെ എതിരായിട്ട് അതിശക്തമായിട്ടുള്ള എതിർപ്പുകൾ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടും ഇടുക്കിയിലെ ആ മറിയക്കുട്ടി എന്ന് പറഞ്ഞാൽ വന്യ വയോധിക ഉയർത്തിയ ഒരു എതിർപ്പ് പോലും കെ സുധാകരൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ കോൺഗ്രസിന് ഈ പിണറായി സർക്കാരിനെതിരെ ഉയർത്താൻ കഴിയുന്നുണ്ടോ സുഹൃത്തുക്കൾ? എന്ന് ആലോചിച്ച് നോക്കി. ഉയർത്താൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, ഒരു സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടൊരു കേസിൽ കുരുങ്ങി കേസിൽ നിയമ നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മോൻസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കേസിൽ
ആ കേസിൽ മോൻസൺ മാവുങ്കലിനെ വിമർശിക്കാൻ ഇതുവരെ സുധാകരൻ തയ്യാറായിട്ടില്ല എന്നുള്ള ആരോപണവും ഉയർന്നു നിൽക്കുകയാണ്. ഒന്ന് രണ്ടുകൂടെ ചോദ്യം ചെയ്യലിനും അദ്ദേഹം വിധേയനായി കഴിഞ്ഞു. അങ്ങനെ കേരളത്തിലെ പിണറായി സർക്കാരിനെതിരെ ഒരു സമരങ്ങൾക്കും നേതൃത്വം നൽകാൻ കഴിയാത്ത കെ സുധാകരൻ ഗൗരവമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്കോ എനിക്കോ ആർക്ക് വേണമെങ്കിലും വരാം. പക്ഷേ കോൺഗ്രസിനകത്തൊരു നിർണായകമായൊരു സ്ഥാനം വഹിക്കുമ്പോൾ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നം നേരിടുന്നയാൾ എത്രയും പെട്ടെന്ന് ദ എർലിയർ ദ ബെറ്റർ ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുകയല്ലേ വേണ്ടത്. കാരണം ആരോഗ്യ പ്രശ്നങ്ങളുമായി ആ സ്ഥാനത്ത് തുടർന്നാൽ അത് കോൺഗ്രസ് സംഘടനയെ വളരെ ഗുരുതരമായി അത് ബാധിക്കില്ലേ സുഹൃത്തുക്കളെ. അത് കോൺഗ്രസ് സംഘടനയുടെ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള സമരങ്ങളെ ഗുരുതരമായി ബാധിക്കില്ലേ. അപ്പോൾ സംസ്ഥാന പ്രസിഡന്റിന് ഗൗരവമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ടല്ലേ മാറി നിൽക്കുകയല്ലേ ചെയ്യേണ്ടത്. അതല്ലേ ഔചിത്യപൂർണ്ണമായിട്ടുള്ള ഒരു തീരുമാനം. കാരണം കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം CPM-നകത്ത് കോടിയേരി ബാലകൃഷ്ണൻ ക്യാൻസർ വന്നു, അദ്ദേഹം അവിടെ നിന്ന് അവസാനം മാറി, അദ്ദേഹം ഇരുന്നു. പക്ഷേ അവസാനം ആയപ്പോഴത്തേക്കും ആ സ്ഥാനം ഒഴിഞ്ഞു അദ്ദേഹം. പ്രത്യേകിച്ചും പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, ആ രാഷ്ട്രീയ പാർട്ടി ഗവൺമെൻറ്റിനെതിരെ നടക്കുന്ന സമരങ്ങളുടെ എല്ലാം സ്പിയർ ഹെഡ് കുന്തമുനയാവേണ്ടത് ആ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. സ്വാഭാവികമായും ആ സംസ്ഥാന പ്രസിഡന്റ് ആരോഗ്യ പ്രശ്നങ്ങൾ വരുമ്പോൾ അവിടെ നിന്ന് മാറി നിൽക്കുകയും പകരം ഒരാളെ തീരുമാനിക്കുകയും ചെയ്യാനുള്ള ഒരു ഔചിത്യ ബോധം ആ പ്രസിഡന്റ് കാണിക്കണ്ടേ സുഹൃത്തുക്കളെ. എന്നാൽ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് അറിയാമോ? ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയാണ്. അത് പത്രത്തിൽ തന്നെ വന്നു കഴിഞ്ഞു. അതായത് മസിലുകൾക്ക് ബലക്ഷയം സംഭവിക്കുന്ന മൈസ്തീനിയ ഗ്രാവിസ് എന്ന അസുഖത്തിന് 2 വർഷമായി അദ്ദേഹം ചികിത്സയിലാണ്. അതായത് മസിലുകൾക്ക് ബലക്ഷയം സംഭവിക്കുന്ന രോഗമാണത്, മൈസ്തീനിയ ഗ്രാവിസ്. അതിന് 2 വർഷമായി അദ്ദേഹം ചികിത്സയിലാണ്. വളരെ ഗൗരവമായിട്ടുള്ളൊരു അസുഖമാണത്. ഗൗരവമായിട്ടുള്ള അസുഖങ്ങൾ ആർക്ക് വേണമെങ്കിലും വരാം, എനിക്ക് നിങ്ങൾക്കും ഒക്കെ വരാം. പക്ഷേ നമ്മളെപ്പോലെയാണ് ഒരു ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ. അപ്പോൾ ആ അസുഖം വന്നു, ആ അസുഖം വരുമ്പോൾ മാറി നിൽക്കുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ ശ്രീമാൻ കെ സുധാകരൻ ഇപ്പോൾ എന്താ പറയുന്നതെന്ന് അറിയാമോ? അദ്ദേഹം 2 ആഴ്ചക്കാലത്തേക്ക് അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോവുകയാണ്. ആ ചികിത്സയ്ക്ക് പോകുന്ന ആ സമയത്ത് പോലും തൻ്റെ അധികാര സ്ഥാനം വേറൊരാളിലേക്ക് കൈമാറാൻ ഇയാൾ തയ്യാറാകുന്നില്ല എന്ന് പറയുമ്പോൾ അയാൾക്ക് അയാളുടെ സ്ഥാനമാണോ വലുത്, അതോ പിണറായി സർക്കാരിനെതിരായിട്ടുള്ള സമരമാണോ വലുത് എന്ന് നമ്മൾ ചിന്തിക്കണ്ടേ? യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചാൽ ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്യേണ്ടത്. ആ സ്ഥാനത്ത് നിന്ന് കെ സുധാകരൻ മാറി നിൽക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇത്രയും ഗൗരവമായുള്ള രോഗമുള്ള അദ്ദേഹം അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകുന്ന സമയത്ത് പോലും തൻ്റെ അധികാര സ്ഥാനം വേറൊരാളിലേക്ക് കൈമാറാൻ തയ്യാറാവുന്നില്ല എന്ന് പറയുമ്പോൾ അയാൾക്ക് പിണറായി സർക്കാരിനെ താഴെ ഇറക്കുകയോ അല്ലെങ്കിൽ പിണറായി സർക്കാരിനെതിരെ സമരം നടത്തുകയോ ഇതൊന്നുമല്ല അയാളുടെ അജണ്ടയിലുള്ളത് എന്നും, അയാൾക്ക് പിണറായി വിജയൻ അവിടെ ഇരുന്നാലും കുഴപ്പമില്ല, കോൺഗ്രസ് പിണറായി വിജയനെതിരെ സമരം നടത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, പുനഃസംഘടന നടന്നില്ലെങ്കിലും കുഴപ്പമില്ല, അയാൾക്ക് അയാളുടെ സ്ഥാനത്ത് അള്ളിപ്പിടിച്ചിരിക്കണം എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ അയാൾക്കുള്ളൂ എന്നുള്ളതല്ലേ ഇത് കാണിക്കുന്നത് സുഹൃത്തുക്കളെ. 2 ആഴ്ചക്കാലത്തേക്കാണ് അയാൾ പോകുന്നത്. ആ 2 ആഴ്ചക്കാലത്തേക്ക് പോലും അയാൾക്ക് അധികാരം കൈമാറാൻ അയാൾക്ക് താല്പര്യമില്ല എന്ന് വരുമ്പോൾ എത്ര ദയനീയമാണ് കോൺഗ്രസിലെ അവസ്ഥ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയേ. ഇനി ഇങ്ങനത്തെ ദയനീയമായിട്ടുള്ള അവസ്ഥയ്ക്ക് നമ്മൾ സുധാകരനെ കുറ്റപ്പെടുത്തിയാൽ മതിയോ സുഹൃത്തുക്കളെ? മതിയോ? സുധാകരനെ KPC പ്രസിഡന്റായി നിയമിച്ചത് ഹൈക്കമാൻഡല്ലേ. അപ്പോൾ ഇതുപോലെ ദയനീയമായിട്ടുള്ളൊരവസ്ഥയിലൂടെ കോൺഗ്രസ് കടന്നു പോകുമ്പോൾ അവിടെ ഇടപെട്ടുകൊണ്ട് യുക്തമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ബാധ്യതയും ചുമതലയും ഉത്തരവാദിത്വവും ഹൈക്കമാൻഡിനില്ലേ സുഹൃത്തുക്കളെ? ആലോചിച്ച് നോക്ക്. ഇവിടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? അതിഭീകരമായിട്ടുള്ള പോലീസ് മർദ്ദനം, അതിഭീകരമായിട്ടുള്ള അഴിമതി, അതിഭീകരമായിട്ടുള്ള ധൂർത്ത്, അതിഭീകരമായിട്ടുള്ള സാമ്പത്തിക തകർച്ച, ഇതിൻ്റെയൊക്കെ ഫലമായി അത്യഭൂതപൂർവമായിട്ടുള്ള എതിർപ്പ് ജനങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നു. ആ സമയത്ത് കോൺഗ്രസിൻ്റെ സംഘടനയെ മെച്ചപ്പെടുത്തി ഈ ചീഞ്ഞു നാറി പുഴുത്ത ഈ സർക്കാരിനെതിരെ ശക്തമായിട്ടുള്ള സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് ഊർജ്ജസ്വലനായ ഒരു KPCC പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോവുകയല്ലേ കോൺഗ്രസ് ചെയ്യേണ്ടത്? അതിനുള്ള ദിശാബോധം സംസ്ഥാന കോൺഗ്രസിന് നൽകേണ്ടത് ഹൈക്കമാൻഡല്ലേ. എന്നാൽ ഇത്രയും ദയനീയമായിട്ടുള്ള സാഹചര്യത്തിൽ ഇവിടെ വന്നിട്ടും ഗുരുതരമായി രോഗം നേരിടുന്ന KPCCയുടെ പ്രസിഡന്റ് തീർത്തും ഇനാക്റ്റീവായിട്ടും
അയാൾ 2 ആഴ്ച വിദേശത്ത് പോകുമ്പോൾ പോലും അയാളോട് നിങ്ങൾ മാറി നിൽക്കൂ, പുതിയൊരാൾക്ക് സ്ഥാനം കൊടുക്കൂ എന്ന് പറയാനുള്ള ശക്തി, ഇച്ഛാശക്തി ഹൈക്കമാൻഡിനില്ല എങ്കിൽ നമ്മൾ സുധാകരനെ പറഞ്ഞിട്ട് എന്താണ് കാര്യം? പിണറായി വിജയൻ ഇരുന്നാലും വേണ്ടില്ല, ഈ രോഗബാധിതനായിട്ടുള്ള കെ സുധാകരൻ ആ സ്ഥാനത്ത് തുടരട്ടെ എന്ന് ഹൈക്കമാൻഡ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നം സുധാകരനല്ല ഹൈക്കമാൻഡിലാണ് എന്നല്ലേ നമ്മൾ കാണേണ്ടത്. വേറെ ഏതെങ്കിലും പാർട്ടിയിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുമോ? നിരന്തരമായിട്ട് ചികിത്സിച്ചാൽ പോലും മാറാൻ ഇടയില്ലാത്തൊരു രോഗം, പേശികൾക്ക് ബലക്ഷയം കുറയുന്ന ഒരു രോഗം, ആ രോഗം വരുമ്പോൾ ആ KPCC പ്രസിഡന്റിനോട് നിങ്ങൾ മാറിയിരിക്കൂ, അവിടെ പുതിയ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരാളെ വെക്കൂ എന്ന് പറയാനുള്ള ഇച്ഛാശക്തി ഈ വർക്കിംഗ് കമ്മിറ്റിക്ക് ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് സുഹൃത്തുക്കളെ കോൺഗ്രസിന് ഇങ്ങനെ ഒരു വർക്കിംഗ് കമ്മിറ്റി? ഇതങ്ങ് പിരിച്ചുവിട്ടുകൂടെ? ഞാൻ ചോദിക്കട്ടെ. കാരണം ജനങ്ങളുടെ ഇടയിൽ അതിശക്തമായിട്ടുള്ള എതിർപ്പ് നിൽക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ ഇനി 4-5 മാസമേ ഉള്ളൂ. അതിനു മുമ്പ് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു KPCC പ്രസിഡന്റിനെ നിയമിക്കാനുള്ള ഇച്ഛാശക്തി ഈ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റിക്കും രാഹുൽ ഗാന്ധിക്കും ഒക്കെ ഇല്ലെങ്കിൽ പിന്നെ എന്തർത്ഥമാണ് ഇതിനകത്തുള്ളത്? അതുകൊണ്ട് സുധാകരനെ സംബന്ധിച്ചിടത്തോളം സുധാകരന് പിണറായി വിജയനൊന്നും അല്ല പ്രശ്നം, അവിടെ അധികാര സ്ഥാനത്ത് അള്ളിപ്പിടിച്ച് കൊടുക്കണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് തനിക്ക് ഇത്രയും ഗൗരവതരമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടായിട്ടും ആ സ്ഥാനത്ത് മാറി നിൽക്കുന്നില്ലെന്നുള്ളത് പോകട്ടെ, താൻ 2 ആഴ്ച കാലത്തേക്ക് അമേരിക്കയ്ക്ക് ചികിത്സയ്ക്ക് പോകുമ്പോൾ പോലും താൻ അവിടെ തന്നെ തുടരും എന്ന് പറയാനുള്ള മര്യാദകേട് അദ്ദേഹം കാണിച്ചിട്ടുള്ളത്. പക്ഷേ ആ മര്യാദകേടിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ കൊടുക്കുന്ന കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയാണ് ഇതിനകത്ത് കൈപ്പണം കെട്ടത് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഈ നിലയിൽ പോയാൽ പിണറായി വിജയനെതിരായിട്ടുള്ള സമരങ്ങളൊക്കെ എവിടെ എത്തിച്ചേരും എന്നുള്ളത് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ആലോചിച്ചാൽ അവർക്ക് നല്ലത് എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം കെ സുധാകരൻ എത്ര രോഗബാധിതരായി കിടന്നാൽ പോലും KPCC പ്രസിഡന്റ് സ്ഥാനം അള്ളിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം കിടക്കും എന്ന് ഇപ്പം നമ്മൾ വ്യക്തമായി നമുക്ക് തെളിഞ്ഞിരിക്കുകയാണ്.